ഇതാ മോനെ, ഇതാണ് മന്ത്രി എന്ന് പറയുന്നത്. ഇതാകണം നമ്മുടെ മന്ത്രി. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. മന്ത്രിസഭാ യോഗത്തിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം, തിരുവനന്തപുരം കാസർഗോഡ് സിൽവർ ലൈൻ പദ്ധതി റദ്ദ് ചെയ്ത് ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള തീരുമാനമെടുത്തു. പ്രസ്തുത പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദ് ചെയ്യാൻ തീരുമാനിച്ചു. ഡീനോട്ടിഫിക്കേഷനാണ്. കാരണം ഈ പദ്ധതി നടക്കുന്നില്ല, പദ്ധതി ഉപേക്ഷിക്കുകയും ചെയ്തു. നിരവധി വർഷങ്ങളായി ഈ ഭൂമി വിൽക്കാനോ വാങ്ങാനോ ഇതൊന്ന് പണയപ്പെടുത്താനോ മകളുടെ വിവാഹത്തിന് ഒരു ലോൺ എടുക്കാൻ പോലും പറ്റാതെ ഈ സാധാരണക്കാരായ ആളുകൾ മുഴുവൻ വിഷമിക്കുകയാണ്. അതുകൊണ്ടാണ് ഏതായാലും പദ്ധതി ഉപേക്ഷിച്ചത് കൊണ്ട് ആ പദ്ധതി കേന്ദ്ര ഗവൺമെന്റും അംഗീകാരം തന്നില്ല. ഞങ്ങളതിനെ എതിർത്ത്, സിൽവർ ലൈൻ എതിർത്ത് ഞങ്ങൾ സമരം ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് റദ്ദാക്കാനും ഈ ഭൂമി ഏറ്റെടുക്കൽ നോട്ടിഫിക്കേഷൻ ഡീനോട്ടിഫൈ ചെയ്യാനുമുള്ള സുപ്രധാനമായ തീരുമാനം എടുത്തിട്ടുണ്ട്. സിൽവർ ലൈൻ സമരവുമായി ബന്ധപ്പെട്ട വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ഒക്കെ നിലനിൽക്കുന്ന കേസുകൾ, അത് ആഭ്യന്തര വകുപ്പ് അത് പരിശോധിച്ച് ആ കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള, കേസുകളുടെ സ്വഭാവം അനുസരിച്ച് അത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ശുപാർശകൾ, കോടതിയാണ് അത് അനുമതി നൽകേണ്ടത്. കോടതിയിലേക്ക് ഗവൺമെന്റ് അതിനുള്ള ശുപാർശ കോടതിക്ക് മുൻപാകെ നമ്മൾ സമർപ്പിക്കാൻ തീരുമാനിച്ചു. അതാണ് അങ്ങനെ വേണം സർക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ വേണം മനുഷ്യൻ എന്ന് പറയുന്നത്. കണ്ടില്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പ്രഖ്യാപിച്ചത്? ഏറ്റവും നല്ല കാര്യമാണ്. ഏകദേശം 2019 മുതൽ സിൽവർ ലൈൻ പദ്ധതി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അത് വളരെ വലിയൊരു ഇതായി എടുക്കും എന്നുള്ളൊരു നിലയിലായിരുന്നു കേരയിൽ പദ്ധതി. പിണറായി സർക്കാരിൻ്റെ സമയത്താണ് ഇത് നിലവിൽ വന്നത്. പക്ഷേ അത് സാധിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചില്ല. കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ത്രി പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ഇതിനെതിരെ ഒരുപാട് സമരങ്ങൾ നടത്തിയതാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. പക്ഷേ അത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. എന്നാൽ വർഷങ്ങളായിട്ടത് റദ്ദാക്കി, അത് പിന്നെ എല്ലാവരും ഉപേക്ഷിച്ചു. അത് തന്നെ ഉപേക്ഷിച്ചു, ആ പദ്ധതി തന്നെ ഉപേക്ഷിച്ചു. അങ്ങനെ ഇതിനകത്ത് തന്നെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് പേർക്ക് ആ സ്ഥലം പണയം വെക്കാനോ ആ സ്ഥലത്തല്ലെങ്കിൽ വീട് വെക്കാനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. ചിലവരുടെയൊക്കെ അന്നൊക്കെ നമ്മൾ വീഡിയോയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. ചിലവരുടെയൊക്കെ വീടിൻ്റെ മുറ്റത്തൂടെയൊക്കെയാണ് പോകുന്നത്, അവിടെ കുറ്റി അടിച്ചിരിക്കുകയാണ്, ആ സ്ഥലത്ത് പിന്നെ ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണ്. ഇതാണ് അവിടുത്തെ വളരെ ഇങ്ങനെ എന്താ പറയുക, പൊതു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വലായിട്ട് ഓരോരുത്തരുടെ എന്താ പറയുക, അവരുടെ സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ട് പൊതുവായ കാര്യങ്ങൾ നടത്തണം. അത് തെറ്റായ ഒരു നടപടിയല്ലേ? അതിനോട് ഒരിക്കലും ഞാൻ അനുയോജിക്കുന്നില്ല. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? കാരണം എന്തിനാണ് ഈ പാവപ്പെട്ട സാധാരണക്കാരനെ ജനങ്ങളെ കണ്ടില്ലേ, മകളുടെ വിവാഹത്തിന് വേണ്ടി അതൊന്നില്ലെങ്കിൽ പണയം വെക്കാനോ അല്ലെങ്കിൽ മക്കളുടെ പഠിത്തത്തിന് വേണ്ടി ഒന്നില്ലെങ്കിൽ പണയം വെക്കാനോ ആ സ്ഥലം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ രീതിയിലാണ് ആ സ്ഥലം കിടന്നത്. അപ്പം നമുക്കത് ചിന്തിക്കാം. അത് വളരെ തെറ്റായ ഒരു ഇതാണ്. അധികാരം നമ്മൾ ആരെയും അടിച്ചേൽപ്പിക്കാനുള്ളതല്ല, നമ്മളത് സംരക്ഷിക്കാനുള്ളതാണ്. പിടിച്ച് തള്ളാനോ ഉള്ളതല്ല, നമ്മളത് പിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കേണ്ടതാണ് അധികാരം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ അത് വളരെ നല്ല രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. അങ്ങനെ വേണം അധികാരസ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കമൻറ്റായിട്ട് അയക്കാം, ഏറ്റവും നല്ലത് അത് ശരിയാണോ തെറ്റാണോ, ഈ കേരയിൽ പദ്ധതി അത് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് അയക്കുക. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആരാണ് പറയുന്നത് എന്ന്, ഏറ്റവും കൂടുതൽ ആവശ്യക്കാരാണോ അതോ ആവശ്യമില്ലാത്തവരാണോ. പക്ഷേ ഞാൻ ഒരിക്കലും ഇതിനോട് അനുയോജിക്കുന്നില്ല. കാരണം ഒരു പാവപ്പെട്ടവൻ്റെ പറമ്പിലൂടെ അല്ലെന്നില്ലെങ്കിൽ ഒരാൾക്ക് 5 സെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരാൾക്ക് 10 സെൻറ്റ് ആയിരിക്കാം. ഈ 5 സെൻറ്റ് ഉള്ളവൻ്റെ പറമ്പിൽ കൂടെ ഈ കേരയിൽ പദ്ധതി പോയിട്ട് അവിടെ കേരളിൻ്റെ കുറ്റി നാട്ടുമ്പോൾ അവിടെ എത്ര സെൻറ്റാണ് നഷ്ടപ്പെടുന്നത്? പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. എന്തായാലും ഏറ്റവും നല്ലൊരു നടപടിയാണ്. പിന്നെ നമ്മുടെ മന്ത്രി പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് കേസുകളൊക്കെ ചെയ്തവരുണ്ട്, കേസായി കിടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ പിൻവലിക്കാനായിട്ട് ഓർഡർ ഇടുകയാണ്, അതൊക്കെ പിൻവലിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. ഏറ്റവും നല്ല കാര്യമാണ്. അപ്പം ഈ സർക്കാർ എന്തായാലും നല്ല രീതിയിൽ തന്നെ മുന്നേറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. എന്തായാലും കൊള്ളാം. ഏത് സർക്കാർ വന്നാലും മനുഷ്യത്വമാണ് മുന്നോട്ട് നിൽക്കേണ്ടത്, മനുഷ്യത്വമാണ് മുന്നേറേണ്ടത്. അപ്പം
എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഈ പദ്ധതിയോട് നിങ്ങൾ അനുയോജ്യമാണോ, അല്ലെങ്കിൽ ഇതിപ്പം എന്തായാലും ഇത് റദ്ദാക്കി ഇനിയിപ്പം ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏറ്റവും നല്ല കാര്യമാണ് ഇത് ചെയ്തിരിക്കുന്നത്.